ഹലോ ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ലോക്ക്ഡൗണൊക്കെയാണ്. അപ്പോൾ ഓരോ ദിവസം കഴിയുന്തോറും ലോക്ക്ഡൗണൊക്കെ നീട്ടി കൊണ്ടുവരികയാണല്ലേ. എല്ലാവരും സേഫാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് ലോക്ക്ഡൗൺ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ടാണ് വന്നേക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു മിനി ബ്രെഡ് ഷവർമയാണ് കേട്ടോ. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു കുക്കുംബറും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചേക്കുവാണ്. വളരെ നൈസായിട്ടാണ് അരിഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇതിന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനൊക്കെ പെട്ടെന്ന് കിട്ടും. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് ചിക്കൻ കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാൻ ചിക്കന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്യണം. ഞാനിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിലേക്ക് തൂമ് കൂടെ വേണം. തൂമിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതുകൂടെ പോയി കണ്ടിട്ട് ഇതേപോലെ തൂമൊന്ന് ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതേ തൂമ് നല്ല കട്ടിയുള്ള തൂമായിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതുകൂടി നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ അത്യാവശ്യം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് മിക്സ് ചെയ്തെടുക്കേണ്ടത്. അപ്പം അത്യാവശ്യം തൂമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് ഇതേപോലെ മിക്സ് ചെയ്ത് വെക്കുക. അത് നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് മാറ്റി വയ്ക്കാം. അതിൻ്റെ ഒരു നാലിലൊരു ഭാഗം മാത്രം മാറ്റി വെച്ചാൽ മതി. അതിൽ നമുക്ക് കുറച്ച് കെച്ചപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മാറ്റി വെച്ചാൽ മതി. അതുകൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ ബ്രെഡ്. റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഞാൻ രണ്ട് ഭാഗത്തുനിന്നും എടുത്തിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ബ്രെഡ് കൂടെ എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് നമ്മളിത് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ്. കൈ വെച്ചിട്ട് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്താൽ ഇതൊന്ന് നന്നായിട്ട് അങ്ങ് പ്രസ്സായിട്ടിരിക്കും. അപ്പോൾ പുറത്തേക്കൊന്നും വരാത്ത രീതിയിൽ ഇതിങ്ങനെ ക്ലോസ് ആയിട്ടിരിക്കും കേട്ടോ. അതേപോലെ ഞാൻ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ക്ലോസ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതേപോലെ ഞാൻ എല്ലാതും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 2 മുട്ട എടുത്തിട്ട് ഞാൻ ഇതേപോലെ ഒന്ന് ബീറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഒരു പാനിൽ അല്പം ബട്ടറോ അല്ലെങ്കിൽ ഓയിലോ ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഇതേപോലെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് തടവിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മളിത് ഫില്ല് ചെയ്ത് വെച്ചേക്കുന്ന സംഭവം ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ടയ്ക്കകത്ത് 2 മറുവശം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക് ആദ്യം നമുക്കിതിൻ്റെ അരികെല്ലാം ഒന്ന് ചട്ടിയിൽ വെച്ചിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുക്കാം. അതിൻ്റെ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ജസ്റ്റ് ഒന്ന് മിസ്സായി പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ആദ്യം നമ്മളതിൻ്റെ അരികെല്ലാം ഒന്ന് ചട്ടിയിൽ വെച്ചിട്ട് റൗണ്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മളതങ്ങ് നേരിട്ട് ചട്ടിയിൽ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പാനിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് 2 വശം ഒന്ന് മറിച്ചെടുക്കാം. മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതേപോലെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതൊന്ന് മൊരിഞ്ഞ് കിട്ടുന്ന സമയത്ത് 2 വശം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്പെഷ്യലായിട്ടുള്ള ഷവർമ ഉണ്ടാക്കിയെടുക്കാൻ വീട്ടിൽ. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ. നിങ്ങൾ മക്കളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതേപോലെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് വീണ്ടും കാണാം.